നമ്മൾ ഒന്നിച്ചുള്ള ഈ സംയുക്ത യാത്ര ഇവിടെ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ ഇടപെടലുകളാണ് ഈ പരിപാടിയുടെ ജീവൻ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിളികൾ വേണം. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. നിങ്ങളുടെ വിളികൾ എത്തേണ്ട നമ്പർ, നിങ്ങളുടെ ദൃശ്യങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞിട്ടുണ്ട്. 6235968937. അതുപോലെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറാണ് 0484283050. ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 0484283051. അപ്പം നിങ്ങളുടെ വിളികൾക്കും നിങ്ങളുടെ ദൃശ്യങ്ങൾക്കുമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി നമ്മുടെ 24 ചാനൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പ്രതികരണങ്ങളും സന്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങളുടെ സന്ദേശങ്ങൾ, നിങ്ങളുടെ വിളികൾ, നിങ്ങളുടെ ഇടപെടലുകൾ എല്ലാം അടുത്ത 1 മണിക്കൂർ നമുക്ക് ഒന്നിച്ചുണ്ടാകും. നമ്മൾ ഒന്നിച്ചുള്ള യാത്ര നമ്മൾ പൊളിക്കും. റെഡിയല്ലേ നിങ്ങൾ? ഞാൻ റെഡിയാണ്. റെഡിയല്ലേ എന്ന് കടുപ്പിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ ടെൻഷനായോ? അപ്പോൾ ടെൻഷനൊന്നും ആകണ്ട. നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ഇന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ നമ്മൾ കടക്കുന്നു. ഇന്നത്തെ വാർത്താ പകൽ കുറച്ചധികം കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സമയത്ത് നാടിനെ ഒന്നാകെ നടുക്കിയ ആ സംഭവം, പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ അരും കൊല. അതിൽ നീതിപീഠം ഇന്ന് വിധി തീർപ്പ് കൽപ്പിച്ചു. നിഷ്ഠൂരമായ കൊലപാതകത്തിന് തൂക്കുകയറല്ലാതെ മറ്റൊന്നില്ല എന്ന് ന്യായവിധി വന്നു ഇന്ന്. കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്നാണ് ഹൈക്കോടതി ബെഞ്ചിൻ്റെ നിരീക്ഷണം. നീതിപീഠം നീതി ഉറപ്പാക്കിയെന്ന് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിയുടെ മാതാവും ഇന്ന് പ്രതികരിച്ച വാർത്താ പകലാണ് ഒടുങ്ങുന്നത്. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകെ കോളിളക്കം സൃഷ്ടിച്ചതാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. ഏപ്രിൽ 26 രാത്രി 8 മണിയോടെയാണ് പെരുമ്പാവൂർ കുറുപ്പംപടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ നിയമവിദ്യാർത്ഥിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമമുണ്ടായെന്ന് വ്യക്തമായി. ശരീരത്തിൽ 38 മുറിവുകളുണ്ടായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ചയെന്ന് വിമർശനമുയർന്നതോടെ പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ ഒഴിവാക്കി. അന്വേഷണം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി AB ജിജിമോനെ ഏൽപ്പിച്ചു. 2016 മെയ് 14 നിർണായക DNA വിവരങ്ങൾ പോലീസിന് കിട്ടി. കൊലയാളി നിർമ്മാണ തൊഴിലാളി എന്ന് ഉറപ്പിച്ച പോലീസ് ബംഗാളിലെ മുർഷിദാബാദിലേക്ക് തിരിച്ചു. 2016 മെയ് 28 ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. 2016 ജൂൺ 14 പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 2017 സെപ്റ്റംബർ 14 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. ശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടിയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടൊപ്പം തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ ഹർജിയും കോടതിക്ക് മുന്നിലെത്തി. നീണ്ട വാദപ്രതിവാദം. ഒടുവിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന നിരീക്ഷണത്തോടെ ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചിരിക്കുന്നു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. നീതി ലഭിച്ചെന്നും എത്രയും വേഗം വിധി നടപ്പാക്കണമെന്നുമാണ് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിയുടെ മാതാവിന്റെ പ്രതികരണം. ഈ ഒരു ദിവസത്തിന് അവൻ മരിച്ചു കാണാൻ ആ ഒരു ദിവസം കാത്തു നോക്കിയിരിക്കുന്നതാണ് ഞാൻ. കണ്ണിൽ എണ്ണീച്ച് എൻ്റെ മോൻ്റെ ജീവനെടുത്ത് തന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവനെ കൊല്ലാവോ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇനി നാളെ നമുക്ക് ഒരു എല്ലാ പെണ്ണുങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഈ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ, കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റും. സത്യം വിജയിച്ചെന്നും പോലീസിന് ആത്മവിശ്വാസം നൽകുന്ന വിധിയാണെന്നും പ്രോസിക്യൂഷനും പ്രതികരിച്ചു. ഈ ശക്തമായ ഈ 4 DNAകളും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യത്തിലുകളും അത് വളരെ വിദഗ്ധമായ രീതിയിൽ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചു. അതിന് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് ശ്രമിച്ചു. വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത്. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത്. ശാസ്ത്രീയ തെളിവുകൾ വിശ്വാസയോഗ്യമെന്നും ഹൈക്കോടതി വിലയിരുത്തുന്നു. അതായത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും പ്രതിഭാഗത്തിന്
പ്രതീക്ഷ വേണ്ടെന്ന സാരം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനിക്ക് നീതി ഉറപ്പായെന്നാണ് ജനങ്ങൾ പൊതുവെ ഇന്ന് പ്രതികരിച്ചത്. ഒപ്പം കുറ്റവാളികൾക്ക് നൽകുന്ന ശക്തമായ താക്കീതാണിതെന്നും ജനങ്ങൾ പ്രതികരിച്ചു. കേൾക്കാം അവർ നമ്മോട് പറഞ്ഞത്. വധശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത്. കാരണം എങ്കിലേ നിയമവ്യവസ്ഥയിൽ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനും എല്ലാ കാര്യത്തിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ ഇത്തരം നിയമ നടപടികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെറിയ കുട്ടീനെ ചെയ്ത കാര്യങ്ങളല്ല, ഇപ്പോഴും മനസ്സിൽ പോവാത്ത കാര്യങ്ങളാണ്. ഇനി അങ്ങനെ ഒരു ഗൾഫ് സ്റ്റൈലിൽ മാതിരി വധശിക്ഷ കാണിച്ചാൽ ഇനി ഒരാൾക്ക് പേടി ഉണ്ടാവും. ആ പേടി എല്ലാവർക്കും ഉണ്ടാവും. ഇനി ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഒരു മാതൃക ആയിരിക്കും ഇത്. ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ഒരു കേസ് അന്ന് നമ്മുടെ സമൂഹ മനസാക്ഷിയൊക്കെ ഞെട്ടിച്ചൊരു കേസാണ്. നമ്മളൊരു കാര്യത്തിനൊരു ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ നമ്മളൊരളവ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും മറ്റുള്ളവർക്ക് കൂടി വരിക. ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഹൈക്കോടതി ശരിവെച്ചു. പക്ഷേ ഇനിയും പ്രതി അവിടെ ചെന്ന് അപ്പീൽ കൊടുക്കാം, അവിടെ നൂർന്നു പോരാം, അതിനൊക്കെയുള്ള വകുപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഒരു ഇതിലേക്ക് വരുന്നത്. അതാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയാൽ ഇനി മേൽക്കോടതി എടുക്കാണല്ലോ. ഇനി സുപ്രീം കോടതി എടുക്കുന്നു, പിന്നെ ദയാഹർജി എടുക്കുന്നു, എന്തെല്ലാം കിടക്കുന്നു. പിന്നെ തികച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ, സമൂഹത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംഘടനകൾ, KPMS പോലെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള വലിയ സമരങ്ങൾ ഒക്കെ, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുണകരമായ ഇടപെടലുകൾ ഒക്കെ തന്നെ ഈ വിധി ഗുണകരമായൊരു അല്ലെങ്കിൽ ആശാവഹമായൊരു രീതിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വധശിക്ഷ തന്നെ വേണം, അത് തന്നെയാണ് എൻ്റെ പ്രതികരണം. കാരണം ആ കുട്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. അവൾ പഠിച്ചിട്ട് നിയമം പഠിച്ച് ആ ലെവലിലേക്ക് വരണ്ടല്ലായിരുന്നു. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വരേണ്ട ഒരു കുട്ടിയായിരുന്നു അല്ലേ? അവർക്ക് ഈ ഗതി വരുമ്പം എന്തായാലും വധശിക്ഷ തന്നെ കൊടുക്കണ്ടേ? ശിക്ഷ ശരിയായിട്ട് തന്നെ വരണം. കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചപ്പോൾ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്ന അലിത്തറമുള്ള ഒരു മർഡർ കേസിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വിധിയാണ്. അത് കോടതി അത് ന്യായമായ മുഖവിലക്കെടുത്തത് പരിഗണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വിധി തൂക്കിക്കൊല്ലാൻ തന്നെയാണ് വിധിച്ചത്. അതൊരു നല്ലൊരിതാണ്. കുട്ടിയെ അവനാണ് കൊന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അത് അർഹിക്കുന്നുണ്ട്. തൂക്കുകയർ കൊടുത്താൽ ഏറ്റവും നല്ലൊരു കാര്യമാണത്. എല്ലാവരും അത് ആഗ്രഹിച്ചതാണല്ലോ. അമീർ എന്ന് പറഞ്ഞ ആ പയ്യൻ നിരപരാധിയാണെന്നുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അതൊരു നിരപരാധിത്വമുണ്ട് എന്നാണ് പറയുന്നത്. ആൾമാറി രാഷ്ട്രീയ കളികൾ കളിച്ചിട്ട് ആ പയ്യനെ പിടിച്ചിട്ട് കുരുക്കിയതാണ്. തൂക്കേറിന് കൊടുക്കണം. അയാൾ ചെയ്ത കുറ്റാനുസരിച്ച് അതിനുള്ള ശിക്ഷ കൊടുക്കണം. വളരെ നല്ല വിധിയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകളെ ആക്രമിക്കുന്നവർക്ക് ഇങ്ങനെ വിധി കിട്ടിയാൽ ഇനി അത് തുടരാതിരിക്കത്തുള്ളൂ. വിധി തെറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ വിധിയല്ലേ. നിയമപരമായിട്ടുള്ള വിധിയാകുമ്പോഴത്തേക്ക് സുപ്രീം കോടതി വിധി നമ്മൾ അംഗീകരിച്ച് തന്നെ പറ്റുള്ളൂ. നല്ല വിധിയല്ലേ? തൂക്കുകയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വിധിയല്ലേ? എന്താ പറയുക, എക്സാമ്പിളാണ്, സമൂഹത്തിന് എക്സാമ്പിളാണ്. ഇനി ഒരു പുരുഷനും ചിന്തിക്കരുത്. തെറ്റ് ചെയ്തവരെ കൊല്ലണം. അതിന് ഞങ്ങൾ ആ വിധി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ സെബിൻ എബ്രഹാം ഒരു കാര്യം പറഞ്ഞു, കനത്ത മഴ വരാൻ പോകുന്നു, പക്ഷേ ഇതുവരെയും ഇടുക്കിയിലെ ഡാമുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ബൽറാം നെടുങ്കടി മറ്റൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നു. ഉഷ്ണതരംഗം ഡൽഹിയിലെ സ്കൂളുകൾക്ക് അടിയന്തര വേനൽ അവധി പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ന് കനത്ത മഴയായിരുന്നു. ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു എന്നാണ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസങ്ങൾ അതിതീവ്ര മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാഴാഴ്ച വരെ മഴ കനത്തേക്കാൻ സാധ്യത. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബുധനാഴ്ചയോടെ തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കേരളത്തിൽ വരുന്ന 3 ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, വിവരങ്ങൾ. ഗുഡ് ഈവനിങ്. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട്. അടുത്ത 5 ദിവസം, അതായത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുവെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്.
ഇന്ന് ഈ രാത്രിയിൽ പോലും കനത്ത മഴയ്ക്ക് പലയിടങ്ങളിലും സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെയും സമാനമായി 14 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത 3 ദിവസം സൂക്ഷിക്കേണ്ടത്, ഭയക്കേണ്ടത് അത് തെക്കൻ കേരളത്തെയും മധ്യ കേരളത്തെയുമാണ്. പ്രത്യേകിച്ച് ആ മേഖലയിലെ മലയോര ജില്ലകളും മലയോര മേഖലകളുമാണ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയം ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഇടുക്കി, കോട്ടയം ഒപ്പം പത്തനംതിട്ട ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ അതിൻ്റെ അടുത്ത ദിവസവും റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തൊട്ടടുത്ത ദിവസം അതായത് നാളെയും സമാനമായി കൂടുതൽ ജില്ലകളിൽ റെഡ് അലേർട്ട്, 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്, 5 ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്, അതുപോലെ 6 ജില്ലയിൽ യെല്ലോ അലേർട്ടും നാളെ നിലനിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസവും കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവും രാത്രിയും ഒക്കെ ആയിരുന്നു ശക്തമായ മഴ കഴിഞ്ഞ 1-2 ദിവസമായി ഈ മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അടുത്ത 2 ദിവസം ഒരുപക്ഷെ ആ മഴ രാവിലെ മുതൽ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെയൊക്കെ പലയിടങ്ങളിലും കേരളത്തിലെ പല ജില്ലകളിലും, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ രാവിലെ പുലർച്ചെ മുതൽ മഴ ലഭിച്ചതാണ്. അത് അങ്ങനെ തന്നെ ആ ട്രെൻഡ് ഒരുപക്ഷെ തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലകളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അത് സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുജനങ്ങൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഈ മഴ ഇങ്ങനെ കനക്കാൻ കാരണം കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് മെയ് 31-നാണ്. അതിനു മുമ്പ് തന്നെ കാലവർഷത്തിന് സമാനമായ മഴ കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെക്കൻ തമിഴ്നാട് തീരത്ത് ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. സമാനമായി തന്നെ കർണാടക മുതൽ തെക്കൻ തമിഴ്നാട് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് മഴ കനക്കാൻ കാരണമായി പറയുന്നത്. അതായത് വരുന്ന ബുധനാഴ്ചയോടെ ഈ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ അത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആ പ്രവചനത്തെ മുൻനിർത്തി ചില കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ആ ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ അത് നമ്മുടെ തീരത്തേക്കല്ല, അത് ആന്ധ്ര, ഒഡീഷ തീരത്തേക്ക് നീങ്ങുമെന്നാണ് പ്രാഥമിക സൂചനയുള്ളത്. അത് അടുത്ത ദിവസങ്ങളിലായിരിക്കും അടുത്ത ദിവസത്തെ പ്രവചനത്തിന് ശേഷമായിരിക്കും അത് സംബന്ധിച്ച് കൃത്യമായി പറയാൻ സാധിക്കുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും മഴ തുടരുന്നു. തീരവുമായി ബന്ധപ്പെട്ടും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ കർശനമായി അത് പാലിക്കണം. തീരത്ത് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ്. സമാനമായി തെക്കൻ തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ച് ഈ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുന്ന ജില്ലകളിലെ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിലൊന്ന്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. ഡൽഹിയിലെ കരോൾ ബാഗിൽ 4 നില കെട്ടിടത്തിന് തീ പിടിച്ചു. കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് ഇപ്പോഴും ശ്രമം തുടരുകയാണ്. 14 അഗ്നിശമന യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തനം നടത്തുകയാണ്. ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും കത്തി നശിച്ചുവെന്ന് ഡൽഹി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആഞ്ഞൊരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരം ഒന്നാകെ വെള്ളത്തിനടിയിലാവും. ഈ ദുരവസ്ഥ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ ഗതി ദുർഗതിയാണ്. എണ്ണമറ്റ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ജലരേഖ. 3 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ സ്മാർട്ട് സിറ്റിയിലെ മനുഷ്യർ സ്മാർട്ടായി വെള്ളക്കെട്ടിലാവും. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന വാണിജ്യ കമ്പോളമായ ചാലയെ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം വെള്ളക്കെട്ടിൽ മുക്കിയാൽ എന്താകും? അതുതന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ജനങ്ങൾ വെള്ളക്കെട്ടിൽ കൈയും കാലുമിട്ടടിക്കുമ്പോഴും നഗരഭരണകൂടം മൗനത്തിലാണോ? തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ കണ്ണു തുറന്നൊന്ന് കാണണം. വെറുതെ രസത്തിന് പുഴയിലോ കുളത്തിലോ മുങ്ങിക്കുളിക്കുന്നതല്ല ഈ ദൃശ്യങ്ങൾ. ഭരണയന്ത്രത്തിന്റെ ശിരസ് കറങ്ങുന്ന തലസ്ഥാന നഗരത്തിലെ പ്രധാന കമ്പോളത്തിൽ വെള്ളക്കെട്ടിൽ മനുഷ്യർ വീഴുകയാണ്. ആർക്കാണ് ഉത്തരവാദിത്തം? മൂന്നേ 3 ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിൽ മഴ പെയ്തത്.
സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെ ആയിരക്കണക്കിന് മനുഷ്യർ അന്നത്തിനും ഉപജീവനത്തിനും വരുന്ന ചാല മാർക്കറ്റിലെ ഇന്നത്തെ കാഴ്ചയാണിത്. വീട്ടിലേക്കുള്ള പച്ചക്കറിയും പലചരക്കും വാങ്ങാൻ തലസ്ഥാന നഗരത്തിലെ പ്രധാന കമ്പോളത്തിലെത്തിയ സാധാരണ മനുഷ്യരുടെ അവസ്ഥ ഈ ഗതി. ഒരൊറ്റ രാത്രി പെയ്ത മഴയിൽ ചാലയിലെ കുത്തുവാൾ സ്ട്രീറ്റ് ഉൾപ്പെടെ പല റോഡുകളും വെള്ളക്കെട്ടിലായി. മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളത്തിലൂടെ നടക്കേണ്ട അവസ്ഥയുണ്ടായി തലസ്ഥാനവാസികൾക്ക്. അതേ വെള്ളത്തിൽ എലിയും പൂച്ചയും ചത്തുപൊങ്ങി ഒഴുകി നടക്കുന്നു. ഓടമൊന്നും പണിഞ്ഞിട്ടില്ല, അതാ നടക്കാൻ പറ്റണില്ല. എല്ലായിടവും വെള്ളം തന്നെ. ആറ്റിലുള്ള വെള്ളം ഓട വഴി കയറി ഇങ്ങനെ വന്നാണ് ഇതത്രയും നിറയുന്നത്. പിന്നെ ചെരുപ്പുകളും പൊട്ടി വെള്ളം പോകാൻ സാധ്യതയില്ല, അത്ര തന്നെ. കണ്ട കംപ്ലീറ്റ്. കൂടുതൽ വലഞ്ഞത് ചാലയിലെ വ്യാപാരികളാണ്. കടയ്ക്കുള്ളിലേക്ക് വെള്ളം കയറിയപ്പോൾ പലിശക്കെടുത്ത് വാങ്ങിവെച്ച സാധനങ്ങൾ നശിച്ചു, പലതും ഒലിച്ചുപോയി. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ. ഗതാഗതവും ചരക്ക് നീക്കവും മുടങ്ങി. വെള്ളക്കെട്ടിൽ ആളുകളുടെ വരവ് നിലച്ചതോടെ കച്ചവടവും വെള്ളത്തിലായി. ഇവിടെ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കച്ചവടം പാടെ കുറഞ്ഞു. വെള്ളം പുറത്തിറങ്ങാൻ പറ്റില്ല, നമുക്ക് മുട്ടുവരെ വെള്ളമാണ്. ഇത് മഴയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനു മുമ്പുള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. ചെറുമഴയിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ചാല മുങ്ങാൻ കാരണമെന്ത്? ഒരു സംശയവും വേണ്ട. യാതൊരു ആസൂത്രണവുമില്ലാതെ നടത്തിയ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണമാണ്. അതുമാത്രമല്ല, സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ സർക്കാരും നഗരസഭയും ജനങ്ങളെ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിട്ടു. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമുള്ള റോഡ് പണികൾ ഇഴഞ്ഞു നീങ്ങുന്നത് തലസ്ഥാന നഗരത്തിൽ വെള്ളം കയറുന്നതിന് ആക്കം കൂട്ടി. ചാറ്റൽ മഴയിൽ കുളമായി കിടന്നിരുന്ന റോഡുകൾ മഴ ശക്തമായതോടെ തോടാകുന്ന കാഴ്ചയായി. പണിക്കായി കുഴിച്ചിട്ടതോടെ പലയിടത്തും റോഡ് കുഴികളായി. ഓടയുടെ പണി നടക്കുന്നതിനാൽ വെള്ളമൊഴുകാത്ത സ്ഥിതിയായി പലയിടത്തും. ഓവുചാലുള്ളിടത്ത് തന്നെ റോഡ് പണി കാരണം അടഞ്ഞു വെള്ളമൊഴുകാത്ത അവസ്ഥയുണ്ടായി. 2017 പണി തുടങ്ങിയ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഇനി തീരാനുള്ള 28 റോഡുകളിൽ 20 എണ്ണം വെട്ടിക്കുഴിച്ചിട്ടിരിക്കുകയാണ്. ജോലിയാണ് ഞങ്ങൾക്കൊരു ചാക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അങ്ങ് അകത്ത് വന്നൊന്ന് നോക്കണം. മാസം 6-8 ആയില്ലേ ഇതറിയ പൊളിച്ചിട്ടിട്ട് ഇവിടെ ഏതെങ്കിലും ഒന്ന് വിടുന്ന് തീരുന്നതിന് ശേഷം ഇവർ ശരിയാക്കോളാം. അട്ടകുളങ്ങരയിലെയും ചാലയിലെയും റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രൻ സന്ദർശിച്ചു. പക്ഷേ വെള്ളക്കെട്ട് രൂക്ഷമായ കൊത്തുവാൾ സ്ട്രീറ്റിൽ എത്തിയില്ല. ചാലയ്ക്കുള്ളിൽ കയറിയില്ല. ആരെയോ ബോധിപ്പിക്കാനെന്നോണം പ്രതിഷേധമില്ലാത്തിടത്ത് 5 മിനിറ്റ് നീളുന്ന സന്ദർശനം. വെള്ളക്കെട്ടിന് പരിഹാരം എങ്ങനെ കാണുമെന്ന് ചോദിച്ചപ്പോൾ മൗനം. വേറെ പ്രതികരിക്കാനുണ്ടോ? അല്ല, ജസ്റ്റ് എന്താണ് ഈ വിഷയം? ആളുകൾ വേറെ നമ്മൾ ഈ പരിഹാരം ഉടനെ കാണുമോ? പക്ഷേ നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ നഗരസഭാ സെക്രട്ടറിയോട് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടും തേടി. ചാലയിൽ മാത്രമല്ല, മുട്ടത്തറ, ആര്യൻകുഴി, വള്ളക്കടവ്, ചാക്ക ഭാഗങ്ങളിലും വെള്ളം കയറി. എന്തിനേറെ, ടെക്നോ നഗരം പോലും വെള്ളത്തിലായി. കഴക്കൂട്ടത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും ഇപ്പോഴും വെള്ളമിറങ്ങിയിട്ടില്ല. ഒരൊറ്റ മഴയിൽ മുങ്ങിപ്പോകുന്ന നഗരാസൂത്രണമാണ് തിരുവനന്തപുരത്തെങ്കിൽ ഉത്തരവാദി മേയറാണ്, സർക്കാരാണ്. മനുഷ്യനെ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിട്ട നഗരഭരണകൂടം മൗനത്തിലാണ്. പെരുമഴയാണ് വരാൻ പോകുന്നത്. കരം മേടിക്കുന്ന കാശിനെങ്കിലും പ്രതിബദ്ധത കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരോട് എന്തോന്ന് പറയാനാണ്? ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നഗരവാസികളുടെ ജീവിതം ദുരിതപർവ്വത്തിലാണ് എന്ന് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അശാസ്ത്രീയമായ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണമാണ് ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാർ വിളിച്ചു പറയുന്നത്. അവരുടെ രോഷ പ്രകടനങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും നമ്മൾ കടന്നിരുന്നു. ഇപ്പോൾ തോണ്ടി ഇവിടെ അവിടെ എല്ലാം കൂടെ നാശമാക്കിയപ്പം റോഡിൽ വെള്ളപ്പൊക്കവും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വഴി നടക്കാനും ഒക്കുന്നില്ല. ഭയങ്കരമായ ബുദ്ധിമുട്ട്. ഇഷ്ടംപോലെ കംപ്ലീറ്റ് വെള്ളം കയറി 10-50,000 സാധനം നഷ്ടമില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഇട്ടിട്ട് തന്നെ 5-6 മാസം ഇതുവരെ ഒരു അനക്കമില്ല. ഇത് ഇപ്പോഴൊന്നും ആകൂല, എന്തായാലും ഒരു 6 മാസത്തിൽ കൂടുതലാകുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, വണ്ടിയൊക്കെ വരാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പല പ്രാവശ്യം നടന്നിട്ടുള്ള സംഭവം ഇവിടെ. ഇതിപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഈ വെള്ളം ഇവിടെ കെട്ടി കയറുന്നത്. ബുദ്ധിമുട്ടാണ്, വണ്ടിയൊക്കെ വരാൻ പാടാണ്. ഓട്ടോ ഒന്നും വരാൻ നിവർത്തിയില്ല. നമ്മൾ ചുമന്ന കോവിലിൻ്റെ അതുവരെ കൊണ്ടുപോകണം, എങ്കിൽ കിട്ടും. ഇപ്പം തന്നെ ഈ തവണ തന്നെ അങ്ങനെ ആയത്. തോണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയി. ഇതുവരെയും ഒരു സംവിധാനം. അപ്പുറത്തെ കടയെല്ലാം പൊളിഞ്ഞാണ്. കുറച്ച് മുമ്പോട്ട് പോയെന്നെ കാണാം, ഇഷ്ടംപോലെ കടയൊക്കെ പൊളിഞ്ഞ് കിടക്കും. ഇത് എത്ര കാലം കൊണ്ട് ഇങ്ങനെ കിടക്കണേ? നിങ്ങൾ എത്രയോ പ്രാവശ്യം കാണിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇനി ഒരു മഴ പെയ്ത സുഖമുണ്ട്. 2 കൗൺസിലർമാരൊക്കെ വന്ന് നോക്കിയിട്ട് പോയിരിക്കുന്നു. പണിയുടെ ഇതെന്തെങ്കിലും അവർ പറയാമെന്ന് പറഞ്ഞിരിക്കും. നല്ല അവസ്ഥയാണ്, നല്ല വെള്ളപ്പൊക്കം, നടക്കാനൊന്നും വയ്യ, വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുക, നല്ല ബുദ്ധിമുട്ടാണ്.
കാലവർഷം എത്തിയില്ലെങ്കിലും സംസ്ഥാനത്തുടനീളം മഴയും മഴക്കെടുതിയും ശക്തമായിരിക്കുന്നു. പലയിടങ്ങളിലും ജനജീവിതം തന്നെ സ്തംഭിച്ചുപോയി. വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഇന്ന് നടന്ന സംഭവമാണ് പല സ്ഥലങ്ങളിലും. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലെ മഴക്കെടുതിയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തി. ഇതുവരെ നമ്മൾ കനത്ത ചൂടിലായിരുന്നു. പൊള്ളുന്ന ചൂട് കഴിഞ്ഞ് കനത്ത വേനൽ മഴയിലേക്ക് നമ്മൾ വഴുതി മാറുന്നു. അപ്പോൾ ദുസ്സഹമായ ജീവിതം, അതിനപ്പുറം ഒരുപാട് മഴക്കെടുതികളും. അതിൻ്റെ ചില ദൃശ്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. സാധാരണ മനുഷ്യരുടെ ജീവിതം വഴിമുട്ടുന്നു എന്ന് മാത്രമല്ല, നടക്കാനിറങ്ങാൻ പറ്റാത്ത സാഹചര്യവും ഒക്കെയാണ്. വഴിമുട്ടുന്ന ഈ ജീവിതത്തിനൊക്കെ ആരുത്തരം പറയും? പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ പ്രതികരണ വേദി തുടരുകയാണ്. ശ്യാംലാൽ ചോദിക്കുന്നു, മഴ കാരണം നാളെ PSC പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ടോ? PSC പരീക്ഷ കൃത്യമായി നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം, KTU കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ മാറ്റിയോ എന്ന് മറ്റൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്കും മാറ്റമില്ലാത്ത തുടരും. പരീക്ഷകൾ മാറ്റിയതായി ഒരു വിവരവുമില്ല. അതുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ അത് തുടരുക. നാളെ മഴ പെയ്യും എന്ന് കരുതി നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാതിരിക്കേണ്ട. അല്പം മുമ്പ് ഡൽഹിയിൽ നിന്ന് വന്നൊരു വാർത്തയാണ്. ഡൽഹി കരോൾ ബാഗിൽ വസ്ത്രശാലയിൽ തീപിടുത്തമുണ്ടായി. 4 നില കെട്ടിടത്തിലാണ് തീപിടിച്ചത്. കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന എത്തി തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണെന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു നമുക്കൊപ്പം. ബൽറാം, ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമായി എന്ന് മനസ്സിലാക്കാമോ? തീ ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എങ്കിൽ പോലും കെട്ടിടത്തിനകത്ത് എവിടെയെങ്കിലും തീയോ മറ്റ് തീ കത്താൻ സാധ്യതയുള്ള സാഹചര്യമോ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് ഇപ്പോൾ ഈ ഫയർ ഉദ്യോഗസ്ഥർ ഉള്ളത്. കരോൾബാഗ് എന്നുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റുകളിൽ ഒന്നാണ്. മലയാളികൾ അടക്കമുള്ള ദക്ഷിണേന്ത്യക്കാർ ഡൽഹിയിലെത്തുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് കരോൾബാഗ്. വളരെ തിരക്ക് പിടിച്ച ഒരു സമയത്ത് തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ അപകടത്തിനുള്ള സാധ്യത നിലനിന്നിരുന്നു. വൈകിട്ട് 5 മണിക്ക് മാർക്കറ്റിൽ നല്ല തിരക്കുള്ള ഘട്ടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ കടയുടെ മുൻവശത്ത് ഈ കോർണറിലുള്ള ബോർഡിലാണ് ആദ്യം തീ കണ്ടത് 5 മണിയോടുകൂടി. തുടർന്ന് 5:30 വിവരം അറിയിച്ചതെന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. തീ വളരെ പെട്ടെന്ന് ആളിപ്പടരുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഏതാണ്ട് 15 ഫയർ യൂണിറ്റുകൾ ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ കടയ്ക്കകത്തും ഇപ്പോഴും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥർ അകത്ത് തന്നെ തുടരുകയാണ്. ഇപ്പോഴും ഈ കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ പലതും കത്തി നശിച്ചിട്ടുണ്ട്. എന്നാൽ തീ ആദ്യഘട്ടത്തിൽ കത്താൻ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ആളുകൾ ജാഗ്രത പാലിച്ചു എന്നതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. ആളുകൾ സുരക്ഷിതമായി ഇവിടെ നിന്ന് മാറുകയായിരുന്നു. തുടർന്നുള്ള ഘട്ടത്തിലാണ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചത്. അതിനു മുമ്പായി തന്നെ ആളുകളെ മാറ്റാൻ കഴിഞ്ഞു. പകലായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ പെട്ടെന്ന് അറിയിച്ച് മാറ്റാനും കഴിഞ്ഞു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇതിനെ തുടർന്ന് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ 4 നില കെട്ടിടത്തിലെ മുഴുവൻ കടകളും സാധന സാമഗ്രികളും പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം എന്താ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം മാത്രമായിരിക്കും ഉറപ്പുവരുത്തുക. എന്താണ് കാരണമെന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ അടക്കം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കനത്ത ചൂട് ഇപ്പോൾ ഉണ്ട്. 46
ഡിഗ്രിയോളം മുകളിലേക്ക് താപനില എത്തിയ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിരവധി തീപിടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു തീപിടുത്തമാണ് ഡൽഹിയിൽ ഈ കരോൾ ബാഗിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. സുഭാഷ് പറയുന്നു, മഴക്കെടുതി ജനങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കാണ് കുഴപ്പം. സുഭാഷേ, നേരമെടുത്ത് വരുന്നേ ഉള്ളൂ മനസ്സിലായി. അധികൃതരുടെ അനാസ്ഥ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് താഴ്ന്നാൽ എങ്ങനെയുണ്ടാകും? അവിടെയാണ് പൊതുജനം ശരിക്കും കഴുതകളാകുന്നത്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ഒരു യുവാവിൻ്റെ ജീവൻ കവർന്ന അനാസ്ഥയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. മഴ നനയാതെ കടയിൽ കയറി നിന്ന മുഹമ്മദ് റിജാസ് ഷോക്കേറ്റ് മരിച്ചു. സർവീസ് വയറിന് ലീക്കുണ്ടെന്ന പരാതി KSEB അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥന്മാർ വരുത്തിയ അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മുഹമ്മദ് റിജാസും മുഹമ്മദ് റാഫിയും. വഴിമധ്യേ വാഹനത്തിന്റെ ഇന്ധനം തീർന്നുപോയി. ഈ കടയുടെ മുന്നിൽ ഈ കാണുന്ന വാഹനം നിർത്തിയ ശേഷം ഇരുവരും വിശ്രമിച്ചു. മുഹമ്മദ് റാഫി ഇന്ധനം വാങ്ങി തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയം നടുക്കുന്നതായിരുന്നു. മുഹമ്മദ് റിജാസിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല സംഭവം നേരിട്ട് കണ്ട സഹോദരൻ മുഹമ്മദ് റാഫിക്ക്. ഷോക്കേറ്റ് പിടിയുന്ന സഹോദരനെ രക്ഷിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി. ഇതിനിടെ മുഹമ്മദ് റാഫിക്കും ഷോക്കേറ്റു. ഒടുവിൽ നാട്ടുകാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും 18 വയസ്സുകാരൻ റിജാസിന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മരണത്തിന് ഉത്തരവാദി KSEB എന്ന് ബന്ധുക്കൾ. അനാസ്ഥ കൊണ്ടല്ല എൻ്റെ അനിയനിങ്ങനെ സംഭവിച്ചത്. ഇതേപോലെ എത്ര ആൾക്ക് സംഭവിക്കും. ഓല് ശമ്പളം വാങ്ങി വെറുതെ ഇരിക്കുക. ഓല് KSEBിലേക്ക് വിളിച്ചാൽ ഫോണും എടുക്കൂല. വയർ കട്ട് ചെയ്ത് പോയി. അവർ വയർ കട്ട് ചെയ്ത് പോയി. ഇതിപ്പോ മരണം സംഭവിച്ച് നടന്നതിന് ശേഷം ഇവിടെ വയർ ഒന്ന് കട്ട് ചെയ്ത് കണ്ടു പോയി. അതല്ലല്ലോ ചെയ്യേണ്ടത്. വൈദ്യുത പോസ്റ്റിൽ നിന്നും മീറ്ററിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്ന സർവീസ് വയറിന് ലീക്കുണ്ടെന്ന വിവരം KSEB അറിയിച്ചിരുന്നുവെന്ന് കടയുടമ മുഹമ്മദ് ഹാജി പറയുന്നു. ജീവനക്കാർ വന്നുപോയതല്ലാതെ നടപടിയുണ്ടായില്ല. അതായത് 17-ാം തീയതി വൈകുന്നേരമാണ് ഇത് ചെറിയ എർത്ത് ഇതിന്മേലേക്ക് വരുന്നത് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ രാത്രി ഒരു 5-8 പ്രാവശ്യം KSEBിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അങ്ങനെ ഇന്നലെ 18-ാം തീയതി രാവിലെ വിളിച്ചിട്ട് അവിടെ കംപ്ലയിൻ്റ് ചെയ്ത്. അങ്ങനെ ഇന്നലെ 11 മണിക്ക് KSEBിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് മീറ്റർ ഇതൊക്കെ പോയി കൺസ്യൂമർ നമ്പറൊക്കെ അടക്കം എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് നിങ്ങളെ പരാതി ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആളെ ഉടനെ വിടട്ടോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എന്നാൽ രാത്രി വരെ അവർ എത്തിയിട്ടില്ല. വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കുന്നതായിരിക്കും. അതുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഡെപ്യൂട്ടി സിനെ കൊണ്ട് എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ KSEBിയുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇത് പരിഹരിക്കാം. യുവാവിന്റെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. യുവാവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കോവൂർ KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്നലെ KSEB നടത്തിയ പരിശോധനയിൽ വൈദ്യുത ലൈന് തകരാറില്ലായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോഴും വൈദ്യുത ലൈനിൽ തട്ടി നിൽക്കുന്ന ഈ മരച്ചില്ലകൾ എല്ലാത്തിനും സാക്ഷിയാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. സെയ്ദ് കൂട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ലൈസൻസ് പുതുക്കുവാൻ കൊടുത്തിട്ട് 1 മാസമായി, ഇതുവരെ കിട്ടിയില്ല. എന്താണ് കാരണം? അത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. താങ്കൾ കാരണങ്ങൾ പറഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. പ്രിൻ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 1 മാസമല്ലേ ആയുള്ളൂ, കുറച്ചുകൂടി താങ്കൾ കാത്തിരിക്കൂ. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് കേസ് ഡയറി. രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള അവയവക്കടത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ തൃശൂർ സ്വദേശി സബിത് നാസർ 20 പേരെ ഇറാനിലേക്ക് കയറ്റിവിട്ടു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതിലൊരാൾ പാലക്കാട്ടുകാരനാണ്. 19 പേർ ഉത്തരേന്ത്യക്കാരും. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വൃക്കയും കിഡ്നിയുമെല്ലാം കടത്തുന്ന ഒരു ഗൂഢസംഘം. നേരത്തെ അന്താരാഷ്ട്ര തലത്തിൽ മാത്രം കേട്ടിരുന്ന ഇത്തരം വാർത്തകൾ കേരളത്തിലും ഉടലെടുത്തിരിക്കുന്നു. അന്താരാഷ്ട്ര അവയവക്കടത്ത് സംഘത്തിൻ്റെ പ്രധാന കണ്ണിയെന്ന് വിശേഷിപ്പിക്കുന്ന സാബിത് നാസറിനെയാണ്
എറണാകുളം പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. സാബിത്തിൽ മാത്രം ഒതുങ്ങുമോ ഈ കേസ്? തൃശൂർ സ്വദേശിയായ സബിത്ത് ഇറാനിലേക്കാണ് അവയവക്കടത്തിനായി ആളുകളെ എത്തിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ 20 പേരെ വൃക്ക നൽകുന്നതിനായി എത്തിച്ചെന്നാണ് മൊഴി. ഇതിൽ ഒരു പാലക്കാട് സ്വദേശിയും 19 ഉത്തരേന്ത്യക്കാരും ഉൾപ്പെടുന്നു. പാലക്കാട് നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സബിത്തിനെ പോലീസ് പിടികൂടിയതെന്നും സൂചനയുണ്ട്. ഇതുവരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി സബിത്ത് ഉൾപ്പെടുന്ന സംഘം 200 പേരെ കടത്തിയതായാണ് വിവരം. നിർധനരാണ് സംഘത്തിന്റെ ലക്ഷ്യം. പറഞ്ഞു പറ്റിച്ച വ്യാജരേഖ നിർമ്മിച്ച് വിദേശത്തേക്ക് കടത്തുന്നതാണ് രീതി. കൂടുതലും സ്ത്രീകളാണ് ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ അവയവ മാഫിയയുടെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നും ഇത്തരക്കാരെ പിടിച്ചുകെട്ടണമെന്നും IMA ആവശ്യപ്പെട്ടു. അവരുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അവർ പലതരത്തിലുള്ള പലപ്പോഴും സാമൂഹികവും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലെ അത്തരം വിഭാഗങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ചില പ്രക്രിയകളിലൂടെയാണ് അവർ ഇത്തരം ആൾക്കാരെ ഒരു അവയവദാന പ്രക്രിയയിലേക്ക് തള്ളിവിടുന്നത്. സബിത്തിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. സബിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. കൂടുതൽ പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേരളത്തിൽ അവയവക്കടത്ത് സംഘത്തിന്റെ നെറ്റ്വർക്ക് വളരെ ശക്തമാണെന്നാണ് IMA ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരക്കാർക്ക് പിടിവീഴാത്തത്? ആരെല്ലാമാണ് ഈ കണ്ണിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിച്ചേ മതിയാവും. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് യയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഷാനു പറയുന്നു, ഷോക്ക് ഉണ്ടെന്ന് കടക്കാരൻ അറിഞ്ഞിരുന്നെങ്കിൽ കടക്കാരൻ അവിടെ ഒരു ബോർഡ് വെച്ചാൽ ഒരാൾ രക്ഷപ്പെടില്ലായിരുന്നു. നമ്മൾ സംഭവിച്ചു കഴിഞ്ഞ് ഇതൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് എന്താ അർത്ഥമാണുള്ളത്? ഒരാൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം അവഗണനകളും ഇത്തരം റിപ്പോർട്ടുകളും ഉണ്ടാകുമ്പോൾ അതിൽ അടയിരിക്കരുതെന്ന് മാത്രമാണ് നമ്മൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരത്തിലേക്കാണ് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഓർഡർ നൽകിയാൽ കയ്യിലെത്തിക്കുന്ന തരത്തിലുള്ള സംസ്ഥാനത്ത് നിരോധിത മരുന്നുകളടക്കമുള്ള ലഹരികളുടെ വിൽപ്പന പൊടിപൊടിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത വരുന്നു. നമ്മൾ സാധാരണ നമ്മൾ ഇത്തരം വെബ്സൈറ്റുകൾ വഴി ഓർഡർ ചെയ്താൽ ചില ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തുന്നത് പോലെ ലഹരി മരുന്നുകളും നിരോധിക്കപ്പെട്ട മരുന്നുകളും വീട്ടിലെത്തുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞെട്ടിക്കുന്ന കണക്ക് എന്താണെന്ന് ചോദിച്ചാൽ ലഹരി മാഫിയയുടെ ഓൺലൈൻ കെണിയിൽപ്പെടുന്നവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ് എന്നതാണ്. നമ്മുടെ യങ്സ്റ്റേഴ്സാണ് ഈ ചതിയിൽപ്പെട്ടു പോകുന്നത്. എക്സൈസ് വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഇവരെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഓൺലൈൻ ലഹരി സംഘങ്ങളെ പൂട്ടാൻ കഴിയുന്നില്ല എന്നത് വലിയ ധർമ്മസങ്കടമാകുന്നു. അവധിക്കാലം കഴിഞ്ഞ ജൂൺ 3 സ്കൂളും കോളേജും തുറക്കുകയാണ്. അതുകൂടി ലക്ഷ്യം വെച്ചാകാം ലഹരി മാഫിയകൾ വിദ്യാർത്ഥികളെ വട്ടമിട്ട് പറക്കുന്നത്. ലഹരിക്ക് അടിമയാക്കുക മാത്രമല്ല, ലഹരി കടത്തിനും ഉപയോഗിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ. രീതികൾക്കു മാത്രമാണ് വ്യത്യാസം. വലിയ ലഹരി മാഫിയകൾ ലക്ഷ്യം വെക്കുന്നത് അത്രയും വിദ്യാർത്ഥികളെ. സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ കയ്യിലെത്തും നിരോധിത മരുന്നുകൾ. 1140 സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം എക്സൈസ് ലഹരി ഇടപാട് കണ്ടെത്തിയിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികളിൽ ഒരു വലിയ വിഭാഗം നിരോധിത മരുന്നുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന കണക്ക്. 31.8% കോളേജ് വിദ്യാർത്ഥികളും ലഹരിക്ക് അടിമകളാണ്. 325 കുട്ടികളുടെ ലഹരി ഉപയോഗം സ്കൂളിൽ നിന്ന് മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിലേറിയ പങ്കും എക്സൈസോ പോലീസോ അറിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. സൂചിപ്പിച്ച കണക്കുകൾ കഴിഞ്ഞ വർഷത്തെയാണ്. മുൻ വർഷത്തേക്കാൾ നേരിയ തോതിലെ വർധനയുണ്ടതിൽ. ഓൺലൈനിലടക്കം ലഹരി വിൽപ്പന സുഗമമാകുമ്പോൾ ഉപയോഗം സുലഭമാകും. ലഹരിക്കിരയാക്കുക മാത്രമല്ല ഈ മാഫിയകൾ ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ ആ സംഘത്തിലെ കണ്ണിയാക്കി മാറ്റും ഈ സാമൂഹ്യ വിരുദ്ധർ. വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്നുകൾ വിൽക്കുന്നതാണ് മറ്റൊരു ഭീഷണി. ലിംഗഭേദമില്ലാതെ എല്ലാവരും ലഹരി ഉപയോക്താക്കൾ. തലസ്ഥാനത്ത് 3 സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിക്ക് അടിമയാക്കി ലൈംഗിക ചൂഷണം നടത്തിയിട്ട് ഏറെ നാളായില്ല. ഓൺലൈനിലൂടെ ലഭിക്കുന്ന നിറവും മണവുമില്ലാത്ത രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തിരിച്ചറിയാനാകുന്നില്ല. ഇതിലേറ്റവും അപകടകരം വിദേശ രാസലഹരികളാണ്.
നാക്കിലൊട്ടിക്കുന്ന സ്റ്റിക്കറുകൾ മുതൽ ഗുളിക, ചോക്ലേറ്റ്, ചൂയിങ്കം രൂപത്തിലും പഞ്ചസാരയും ഉപ്പും പോലെ തരികളായും ഓൺലൈനിൽ നിന്ന് ലഹരി വാങ്ങാം. തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസ്, എക്സൈസ് ഓഫീസുകളുടെ മൂക്കിന് താഴെ ഓൺലൈനിൽ ലഹരി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നതാണ് ആശങ്ക. ഒരു വർഷത്തിനിടയിൽ പിടിച്ചെടുത്ത MDMA വർധന 1300%. പുറംകടലിലെ ബോട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരിയുടെ മൂല്യം 25,000 കോടി. തടവിലാക്കിയത് 228 മയക്കുമരുന്ന് ഇടപാടുകാരെ. പോലീസും എക്സൈസും ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴും ഓൺലൈൻ ലഹരി കേന്ദ്രങ്ങളിൽ ലഹരി സുലഭം. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നമ്മളെ നടക്കുന്ന വാർത്തകളാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ നമുക്ക് പല കാര്യങ്ങളും മാധ്യമം വഴി തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം പല നഗരങ്ങളിലും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ ഈ ലഹരി മാഫിയ വളരെ സജീവമാണ്. പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിൽ വളരെ സജീവമാണ് അവരുടെ കരങ്ങൾ. ഈ അധോലോക സംഘങ്ങളെ അമർച്ച ചെയ്യാതെ നമ്മുടെ കുട്ടികൾക്ക് ഈ ലഹരി മാഫിയയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയുന്ന പോലെ സ്കൂളുകളും കോളേജുകളും തുറക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളെ വട്ടമിട്ട് ഈ ലഹരി മാഫിയ ചുറ്റിത്തിരിയുകയാണ് പല നഗരങ്ങളിലും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഉപഭോക്താവാക്കി മാറ്റും, അത് കഴിഞ്ഞ് ഇയാളെ വിതരണക്കാരനാക്കി മാറ്റും. ഇതൊക്കെയാണ് ഇവരുടെ തന്ത്രം. ഇതിൽ ആൺപെൺ പലപ്പോഴും വ്യത്യാസമില്ല എന്നതും നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷേ പോലീസിനെ കൊണ്ട് മാത്രമല്ല, എക്സൈസിനെ കൊണ്ട് മാത്രം ഇതിൽ ഒരു രക്ഷയുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. മാതാപിതാക്കളുടെ നിതാന്തമായ ജാഗ്രത ഈ കാര്യത്തിൽ വേണം. അതേപോലെ ചെറുപ്പക്കാരുടെ സംഘടനകളും ഈ കാര്യത്തിൽ താല്പര്യം കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ ഒരു രാഷ്ട്രീയമേ ആകാവൂ. ഈ നരാധമന്മാരെ അമർച്ച ചെയ്യണം. അതിൻ്റെ അധികൃതർ തന്നെയാണ് ഇതിനുള്ള നടപടി എടുക്കേണ്ടത്. സ്കൂളിലെ ടീച്ചേഴ്സും അതിനുള്ള അധ്യാപകർ എല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ ഇത് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളിൽ നിന്ന് അവർക്കും ബോധവൽക്കരണം കൊടുക്കണം, വീട്ടിൽ നിന്ന് തുടങ്ങണം. എക്സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ പിന്നാലെ എക്സൈസിന് നടക്കാൻ പറ്റില്ലല്ലോ. അത് അവരുടെ പ്രശ്നം. അവർ ഈ ഒരു കാര്യം മാത്രമല്ല നോക്കണ്ടേ, അത് അവനവനും കൂടി വിചാരിക്കണം. ഇത് ദോഷമാണ്. അവർ എക്സൈസ് നമ്മളെ പിടിച്ച് നന്നാക്കാൻ വേണ്ടിയല്ല നടക്കണേ. എനിക്ക് തോന്നുന്നത് സിനിമയിലൊക്കെ അതിനെക്കുറിച്ച് വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് അതൊരു ഹീറോയിസത്തിൻ്റെ ഭാഗമായിട്ട് അത് ഒരു തരത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഒരു ഫാക്ടറായിട്ട് ഒരിക്കലും കൂട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനല്ലാത്ത രീതിയിൽ കുട്ടികളുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മൊത്തത്തിൽ കണ്ടു വളർന്ന് ലഹരി ഉപയോഗിക്കുക അത്ര തെറ്റല്ല, അതൊരു മിസ്റ്റേക്ക് അല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവർ മാറിക്കഴിഞ്ഞു. അവർ നോർമലൈസ് ചെയ്ത് പോയി കഴിഞ്ഞു. അതുകൊണ്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നത്. അപ്പം ലഹരിയിൽ അടിമയായി പോണേക്കാളും നല്ലത് കുറേ എക്സ്പ്ലോർ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണതാണ് നല്ലത്. അത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സ്ട്രിക്റ്റ് ആയിട്ട് നടപടിയെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീരാഗസ് ചോദിക്കുന്നു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. കനത്ത മഴയാണ്. KTU പരീക്ഷ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റിവെക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഒരു പരീക്ഷയും മാറ്റിവെച്ചിട്ടില്ല. KTU എക്സാമും മാറ്റിവെച്ചിട്ടില്ല. ഏതെങ്കിലും പരീക്ഷ സംബന്ധമായ അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 24 തൊട്ടടുത്ത ക്ഷണം പ്രേക്ഷകരിലെത്തിക്കും. 24-നൊപ്പം തന്നെ വിദ്യാർത്ഥികൾ തുടരുക. ഏറ്റവും വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാവുന്ന വാർത്താ ചാനൽ തന്നെയായിരിക്കും 24. അതിനുള്ള എല്ലാവിധമായ അറിയിപ്പുകളും വിവരങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ബ്യൂറോകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ആദ്യ പ്രയോറിറ്റി കൊടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടം വോട്ടേഴ്സ് വിധി എഴുതി. അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിൽ ഇന്ന് ബൂത്തിലെത്തി. 6 മണിവരെയുള്ള കണക്ക് പ്രകാരം 57.46% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ പോളിംഗിനിടെ തൃണമൂലും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും വാർത്തയുണ്ട്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലി അടക്കം മുംബൈ മഹാനഗരത്തിലെ 6 മണ്ഡലങ്ങളിലും ജനം വിധിയെഴുതി. പക്ഷേ കനത്ത പോളിംഗ് എങ്ങുമില്ല. പ്രതിപക്ഷം പ്രചാരണത്തിൽ പുറകോട്ട് പോയതാണ് പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണമെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വോട്ടിംഗിനിടെ സ്ഥിതി വിലയിരുത്താൻ JP നദ്ദയുടെ അധ്യക്ഷതയിൽ BJP ഡൽഹിയിൽ യോഗം ചേർന്നു. ജനത്തെക്കുറിച്ച് ചിന്തിക്കാതെ മോദി സർക്കാർ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പശ്ചിമബംഗാളിൽ പോളിംഗിനിടെ വ്യാപക അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പലയിടത്തും തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. മഹാരാഷ്ട്രയിലും പോളിംഗ് ശതമാനത്തിൽ വൻ ഇടിവുണ്ടായി. പോളിംഗിനെ വേഗം കുറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി ഉദ്ധവ് താക്കറെ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ആവശ്യപ്പെട്ടു. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുന്ന വെയിലാണ് മഹാരാഷ്ട്രയടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോളിംഗ് നടന്നത്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന് ഇതടക്കം പല കാരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാനുണ്ടാകും.
പക്ഷേ ഈ കുറഞ്ഞ പോളിംഗ് ആരെ തുണയ്ക്കുമെന്നറിയാൻ ഫലം വരും വരെ കാത്തിരിക്കേണ്ടി വരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. കോവിഡിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? പലരും ചോദിക്കും. എന്നാൽ മട്ടാഞ്ചേരിക്കാർ ഇപ്പോഴും കോവിഡിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു കാര്യമുണ്ട്. നിങ്ങളിൽ പലരും കോവിഡ് കാര്യം മറന്നുപോയിട്ടുണ്ടെങ്കിൽ മട്ടാഞ്ചേരിക്കാർക്ക് അത് മറക്കാൻ കഴിയില്ല. കോവിഡ് കാലത്ത് പൂട്ടിയ മട്ടാഞ്ചേരി ടൗൺ ഹാൾ ഇന്നും ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. സ്വകാര്യ ലോബികളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് കോർപ്പറേഷൻ ഇനിയും ടൗൺ ഹാൾ തുറക്കാത്തത് എന്നാണ് ജനങ്ങളിൽ ചിലരുടെ ആക്ഷേപം. ഇപ്പോൾ നമ്മൾ കണ്ടത് കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ദൃശ്യങ്ങളാണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിൻ കോർപ്പറേഷനും അവിടുത്തെ കൗൺസിലർമാരും ജീവനക്കാരും എല്ലാം ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിനി ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇത് മട്ടാഞ്ചേരി ടൗൺ ഹാൾ. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി കൊച്ചിൻ കോർപ്പറേഷന്റെ മാലിന്യ ശേഖരണ കേന്ദ്രമാണ്. പ്രതിമാസം 1 ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന ടൗൺ ഹാളിന് പൂട്ടുവീണത് കോവിഡ് കാലത്ത്. പിന്നീട് തുറക്കാൻ അധികൃതർ മനസ്സു കാണിച്ചില്ല. എന്താണ് കാരണമെന്നും ആർക്കും അറിയില്ല. പൂട്ടിയിട്ടിട്ട് ലാഭം കണ്ടെത്തുന്ന എന്ത് സിസ്റ്റമാണ് കോർപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബ്രഹ്മപുരത്തെ കത്തിക്കലിന് ശേഷം പ്ലാസ്റ്റിക് മൊത്തം ഇങ്ങോട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതൊരു മിനി ബ്രഹ്മപുരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ചെയ്യുന്ന അനീതി എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോടാണ്. വിവാഹങ്ങൾക്കുൾപ്പെടെ സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന ടൗൺ ഹാൾ തുറക്കാത്തതിന് സ്വകാര്യ ഓഡിറ്റോറിയങ്ങളെ സഹായിക്കാനെന്നാണ് ആക്ഷേപം. കൗൺസിലർമാരോട് പറഞ്ഞെങ്കിലും മൗനമായിരുന്നു മറുപടി. ഇപ്പം തന്നെ ടൗൺ ഹാള് ഇപ്പം നന്നാക്കും, ഇപ്പം ശരിയാക്കും എന്ന് പറയുന്നതല്ലാതെ, അതിനുവേണ്ടി ഫണ്ട് പാസ്സായി എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വിവാഹം നടത്താം. ഇനിയെങ്കിലും നഗരസഭ കണ്ണു തുറന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് 25,000 30,000 രൂപ ചെലവാക്കിയാണ് ഇന്ന് ഈ പാവങ്ങൾ വിവാഹ ആവശ്യങ്ങളും മറ്റും നടത്തുന്നത്. ടൗൺ ഹാളിന് പുറമെ കൂവപ്പാടം കമ്മ്യൂണിറ്റി ഹാളും കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. കൽവത്തി കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. കോർപ്പറേഷന് കീഴിലുള്ള ഹാളുകൾ അടച്ചുപൂട്ടിയതിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് കോർപ്പറേഷൻ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കാതെ ഇങ്ങനെ അടച്ചിടുന്നതിലൂടെ എന്ത് ലാഭമാണ് കോർപ്പറേഷൻ ലഭിക്കുന്നതെന്ന് വ്യക്തമാക്കണം. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതികരണവേദി അവസാനിക്കാൻ സമയമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.